കഴിഞ്ഞ ഒരു 10-15 ദിവസത്തെ കോൾ ലോഗ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രം അതിനുള്ള ഉത്തരം കിട്ടും. കാരണം ആ രീതിയിലുള്ള ഓഫറുകൾ CPM-ന് ഇവരുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ടായിരുന്നു. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ന്യായമല്ലാത്ത നിലപാടും പാർട്ടി പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണയുമാണ് സ്ഥാനം രാജിവെക്കാത്തതിന് കാരണമെന്ന് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT മുഹമ്മദ് അഫ്സൽ. തന്റെ മൊബൈൽ ഫോണിലെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ CPM-മായി ഒരു ബന്ധവുമില്ലെന്ന് തെളിയിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു KT അഫ്സൽ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം രംഗത്ത് വന്നതോടെ പ്രാദേശിക ലീഗ് നേതൃത്വത്തിലെ പൊട്ടിത്തെറി മറനീക്കി പുറത്തുവരികയാണ്. മുസ്ലിം ലീഗിന് വ്യക്തമായ മേധാവിത്വമുള്ള ആലിപ്പറമ്പിൽ ജനകീയാസൂത്രണ കാലത്തിനു ശേഷം ആദ്യമായാണ് ലീഗിൽ പ്രതിസന്ധി ഉടലെടുക്കുന്നത്. 1995 ശേഷം ഒരു പ്രാവശ്യം ഒഴിച്ച് തുടർച്ചയായി UDF ഭരിക്കുന്ന ആലിപ്പറമ്പിൽ പ്രസിഡന്റ് പദവി സ്ഥിരമായി കൈവശം വെക്കുന്നത് മുസ്ലിം ലീഗാണ്. പ്രസിഡന്റ് പദവിക്ക് വേണ്ടിയുള്ള ചരടുവലിയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന അഭിപ്രായമാണ് നാട്ടുകാർക്കുള്ളത്. കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് KT അഫ്സലിനെതിരെ ഭരണപക്ഷാംഗങ്ങൾ തന്നെ അവിശ്വാസം കൊണ്ടുവന്നെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. മുസ്ലിം ലീഗിലെ 6 പേരും ഒരു കോൺഗ്രസ് അംഗവും ഉൾപ്പെടെ 7 പേർ ഒപ്പിട്ട നോട്ടീസാണ് വരണാധികാരിക്ക് നൽകിയിരുന്നത്. എന്നാൽ 21 അംഗങ്ങളുള്ള ഭരണസമിതിയിൽ പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്നവരും LDF അംഗങ്ങളും വിട്ടുനിന്നതോടെ അവിശ്വാസം പരാജയപ്പെടുകയായിരുന്നു. പ്രസിഡന്റ് സ്ഥാനം വിട്ടുനൽകാതെ അവിശ്വാസത്തെ ചെറുത്തുതോൽപ്പിച്ച KT അഫ്സൽ തന്റെ കരുത്തും ജനകീയതയും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. നേതൃത്വം ന്യായമായ നിലപാടെടുക്കാതെ തനിക്കെതിരെ നിൽക്കുന്നവരുടെ വാദങ്ങൾ മാത്രം മുഖവിലക്കെടുക്കുന്നത് ചോദ്യം ചെയ്ത KT അഫ്സൽ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ശക്തമായ ഭാഷയിലാണ് നിഷേധിച്ചത്. ചിലരുടെ വ്യക്തി താൽപര്യമാണ് പദവി വിഭജിച്ചു നൽകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പാർട്ടി പ്രവർത്തകരും പൊതുസമൂഹവും തന്റെ തീരുമാനം അംഗീകരിച്ചതിന്റെ തെളിവാണ് അവിശ്വാസം പരാജയപ്പെടാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രസിഡന്റ് പദവി വിഭജിക്കണമെന്ന തീരുമാനം ആദ്യം ഉണ്ടായിരുന്നില്ല. 5 വർഷവും KT അഫ്സൽ പ്രസിഡന്റ് ആവണമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. CT നൌഷാദ് അലിക്ക് 1 വർഷം പ്രസിഡന്റ് സ്ഥാനം നൽകി ബാക്കി 4 വർഷവും KT അഫ്സൽ പ്രസിഡന്റ് ആവണമെന്നാണ് തീരുമാനമെടുത്തത്. അന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് UA ലത്തീഫ് തന്നെ പിന്തുണച്ചവർക്ക് സ്ഥാനം ലഭിക്കാൻ നടത്തിയ നീക്കങ്ങളാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപം ചില പ്രവർത്തകർക്കിടയിലുണ്ട്. ഇത് ശരിവെക്കുന്ന തരത്തിലാണ് KT അഫ്സൽ ഞങ്ങളോട് പ്രതികരിച്ചത്. യഥാർത്ഥത്തിൽ ആ രീതിയിലൊരു ധാരണ, അതായത് മൂന്നാമത് ഒരാൾക്ക് കൂടി ഈ ഒരു പ്രസിഡന്റ് ഉത്തരവാദിത്വം വിഭജിച്ചു നൽകുക എന്നുള്ളൊരു ധാരണ നേരത്തെ ഉണ്ടായിരുന്നില്ല. പാർട്ടി ഏറ്റവും ആദ്യത്തിൽ തീരുമാനമെടുത്തത് മുഴുവൻ 5 വർഷവും പ്രസിഡന്റിൻ്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു. പിന്നീട് അതിൽ ആദ്യത്തെ 1 വർഷത്തേക്ക് വന്ന CT നൌഷാദ് അലിക്ക് ആ 1 വർഷം നൽകണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥനയുമായിട്ട് ഞാൻ തന്നെയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ നേരിട്ട് കണ്ടതും ആ രീതിയിൽ ഒരു റിക്വസ്റ്റ് എൻ്റെ ഭാഗത്ത് തന്നെ നൽകിയതും. പക്ഷേ അത് അന്ന് ഈ നിലവിൽ ഈ പ്രസിഡന്റ് സ്ഥാനം വിഭജിച്ച് നൽകേണ്ടതില്ല എന്ന് പൊതുവിൽ പാർട്ടിയിൽ ധാരണയുണ്ടായിരുന്നു. 5 വർഷത്തേക്ക് മൊത്തം ജില്ലയിൽ അധ്യക്ഷ പദവികൾ അങ്ങനെ വിഭജിച്ച് നൽകേണ്ടതില്ല എന്ന സർക്കുലർ നിലനിൽക്കെ അതിന് കഴിയില്ല എന്ന രീതിയിലായിരുന്നു അന്ന് തങ്ങളും നിലപാടെടുത്തിരുന്നത്. പക്ഷേ ഞങ്ങളിതൊരു തർക്കമായി വന്നതല്ല, എൻ്റെ കൂടി ഒരു താല്പര്യമാണ് എന്ന രീതിയിലാണ് CT നൌഷാദ് അലിക്ക് 1 വർഷത്തേക്ക് അത് അനുവദിച്ചു കൊടുത്തത്. അത് അങ്ങനെ തന്നെ കത്ത് തന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 1 വർഷം നൌഷാദ് അലി എന്നും പിന്നീടുള്ള 4 വർഷം പ്രസിഡന്റ് ചുമതല ഞാൻ എന്ന രീതിയിലും അതിന് കത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഈ കത്തുകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ മിനിറ്റ്സിലടക്കം മാനിപ്പുലേറ്റ് ചെയ്ത് അന്നത്തെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റിൻ്റെ വ്യാജ ഒപ്പ് പതിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി അത് കാണിച്ചുകൊണ്ടാണ് അന്നത്തെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന UA ലത്തീഫ് സാഹിബിൻ്റെ കയ്യിൽ നിന്നും ഈ രീതിയിലൊരു കത്ത് വാങ്ങിയെടുക്കുകയും ആ കത്ത് കാണിച്ചുകൊണ്ടാണ് അബ്ബാസ് അലി തങ്ങളടക്കമുള്ള നിലവിലെ ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി തങ്ങളുടെ കയ്യിൽ നിന്നും ഈ രീതിയിൽ പുതിയ ഒരാൾക്ക് കൂടി പദവി വീതിച്ചു നൽകണമെന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയതും. അവിശ്വാസത്തെ ഏതു വിധേനയും വിജയിപ്പിച്ച് തന്നെ പുറത്താക്കണമെന്ന ചിലരുടെ വാശിയാണ് പരാജയപ്പെട്ടതെന്നും തങ്ങളുടെ പിഴവ് മറ്റുള്ളവരിൽ ചാരി പ്രശ്നം സങ്കീർണമാക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും KT അഫ്സൽ പറഞ്ഞു. പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ CPM-ന് വാഗ്ദാനം ചെയ്ത് അവരുമായി താൻ ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല.
മൊബൈൽ ഫോണിലെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ അത് വ്യക്തമാവും. CPM-ഉമായി യാതൊരു ബന്ധവുമില്ലാത്ത തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതിനുള്ള മറുപടി പറയേണ്ടത് ഞാനല്ല. അതിനുള്ള മറുപടി കൃത്യമായിട്ട് ഈ പറയപ്പെട്ട ഈ ആരോപണം ഉന്നയിച്ച ആളുകളുടെ മൊബൈൽ ഫോണിൻ്റെ കോൾ ലോഗ് എടുത്ത് പരിശോധിച്ചാൽ, ഈ കഴിഞ്ഞ ഒരു 10-15 ദിവസത്തെ കോൾ ലോഗ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രം അതിനുള്ള ഉത്തരം കിട്ടും. കാരണം ആ രീതിയിലുള്ള ഓഫറുകൾ CPM-ന് ഇവരുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് പഞ്ചായത്ത് പ്രസിഡൻഷിപ്പ് സ്ഥാനമടക്കം CPM-ന് വാഗ്ദാനം നൽകിക്കൊണ്ട് ഈ അവിശ്വാസത്തെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കുക, അങ്ങനെ വിജയിപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് പഞ്ചായത്ത് പ്രസിഡൻഷിപ്പ് സ്ഥാനം വരെ CPM-ന് നൽകാമെന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകി തീർത്തും ഒരു മൊറാലിറ്റി ഇല്ലാത്ത ഒരു നിലപാട് സ്വീകരിച്ച ഒരു നേതൃത്വമാണ് ഇവിടെ പഞ്ചായത്തിൽ ഉണ്ടായത്. അവരാണ് യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അത് അവർ ചെയ്തു പോന്ന അവരുടെ ആ രീതിയിലുള്ള നിലപാടുകളെ ഇതൊരു പരാജയപ്പെട്ട സമയത്ത് അത് മറ്റുള്ളവരുടെ നേരിലേക്ക് ആരോപണമായിട്ട് ഉന്നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടത്. ഒരുപാട് പണച്ചാക്കുകൾ അതിൻ്റെ ഇടനിലക്കാരായിട്ട് അതിൽ നിന്നിട്ടുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ അതിനുള്ള ശ്രമമൊക്കെ ആ രീതിയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ CPM അതിൽ വഴങ്ങിയില്ല എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവിശ്വാസ പ്രമേയം ഈ രീതിയിൽ പരാജയപ്പെട്ടു പോകുന്നതിന് കാരണമായിട്ടുള്ളത്. ഇതാണ് ഈ ഒരു CPM ബന്ധവുമായി ബന്ധപ്പെട്ട് അവരുടെ ആരോപണത്തിന് സൂചിപ്പിക്കാനുള്ള മറുപടി. വളരെ കൃത്യമാണ്. അവരുടെ മൊബൈലിൻ്റെ കോൾ ലോഗ് മാത്രം പരിശോധിച്ചാൽ ഇതിനുള്ള ഉത്തരം കിട്ടും. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ലീഗിന്റെ പ്രശ്നങ്ങൾ പാർട്ടിയുടെ തകർച്ചയ്ക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയിലാണ് പ്രവർത്തകർ. നേതൃത്വം ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാകും. മുസ്ലിം ലീഗിനും UDF-നും വ്യക്തമായ മേധാവിത്വമുള്ള ആലിപ്പറമ്പിൽ ഇടതുപക്ഷത്തിന് വഴി തെളിയിക്കുകയാണ് ചിലരെന്ന ആക്ഷേപവും ശക്തമാണ്. പ്രശ്നങ്ങളെല്ലാം രമ്യമായി പരിഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ലീഗ് പ്രാദേശിക നേതൃത്വം. ACV ന്യൂസ്, പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.